മതപരിവർത്തനം നിരോധിക്കുന്ന 2024 മതസ്വാതന്ത്ര്യ നിയമം കരട് ബില്ലിന് മഹാരാഷ്ട്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലവ് ജിഹാദ് കേസുകളിൽ ബലപ്രയോഗം, വഞ്ചന, പ്രലോഭനം ഈ 3 മാർഗങ്ങളിലൂടെ നടത്തുന്ന മതപരിവർത്തനങ്ങളെ ഈ ബില്ല് വഴി പൂർണ്ണമായും തടയണം എന്നത് തന്നെയാണ് ലക്ഷ്യം. നിയമവിരുദ്ധമോ നിർബന്ധിതമോ ആയ മതപരിവർത്തനത്തിന് 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്വമേധയായുള്ള മതപരിവർത്തനത്തിന് യോഗ്യതയുള്ള അധികാരിയുടെ അനുമതിയും ആവശ്യമാണ്. മതപരിവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും 60 ദിവസം മുൻപ് രേഖാമൂലമുള്ള അറിയിപ്പ് നൽകണമെന്നും ഉണ്ട്. ലവ് ജിഹാദ് അഥവാ മതപരിവർത്തന വിരുദ്ധ ബില്ലിന്റെ കരട് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിച്ചതായി മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണെ അറിയിച്ചു. ഇത് സംബന്ധിച്ച സർക്കാർ പ്രമേയം ഉടൻ പുറപ്പെടുവിക്കും എന്നാണ് സൂചന. നിയമസഭയുടെ നിലവിലെ ബജറ്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ബില്ല് നിയമമായി കഴിഞ്ഞാൽ ആർക്കും ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിച്ച് വിവാഹം കഴിക്കാനോ അവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനോ സാധിക്കില്ല. ഭരണഘടനാ മാനദണ്ഡങ്ങൾ, സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ നിലവിലുള്ള സമാനമായ നിയമങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് കരട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഈ ബില്ലിൽ നിരവധി പ്രധാന വ്യവസ്ഥകൾ അടങ്ങിയിട്ടുണ്ട്. ഇതനുസരിച്ച് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും 25 ദിവസത്തിനുള്ളിൽ യോഗ്യതയുള്ള അതോറിറ്റിയിൽ മതപരിവർത്തനം രജിസ്റ്റർ ചെയ്യാം. അല്ലാത്ത പക്ഷം അത് അസാധുവായിരിക്കും. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന സംഘടനകളെ നിരോധിക്കാനും ശിക്ഷിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്ക് 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. നിർദ്ദിഷ്ട നിയമപ്രകാരം ഈ കുറ്റകൃത്യം ജാമ്യമില്ലാ കുറ്റമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന് കുറ്റക്കാരായവർക്കെതിരെ കേസെടുക്കാൻ പോലീസിനും അധികാരം നൽകുന്നുണ്ട്. ഇനി മിശ്ര വിവാഹങ്ങൾക്ക് സർക്കാർ എതിരല്ല എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ തന്നെ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ നിർബന്ധിത ഐഡന്റിറ്റി മറച്ചുവെക്കൽ, പ്രലോഭിപ്പിക്കൽ അല്ലെങ്കിൽ വഞ്ചനാപരമായ മതപരിവർത്തന കേസുകൾ നിയമപ്രകാരം കർശനമായി കൈകാര്യം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം ഇപ്പോൾ നിയമമാക്കുകയാണ്. എന്തായാലും സ്വമേധയുള്ള മതപരിവർത്തനത്തിന് ആരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ വഞ്ചിച്ചും ചതിച്ചും അതുപോലെ നിർബന്ധിപ്പിച്ചും മതപരിവർത്തനം നടത്തുന്നതിന് മാത്രമാണ് എതിര് നിൽക്കുന്നത് എന്നാണ് ഈ നിയമത്തിലൂടെ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.